നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം സാമ്പത്തിക മേഖലയെ കൂടുതൽ പിടിച്ചുകുലുക്കുമ്പോൾ കർശന നിബന്ധനകളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം നിബന്ധനകൾ മൂലം ആകെ കുഴഞ്ഞിരിക്കുന്നത് പ്രവാസികളാണ്. പതിറ്റാണ്ടുകളായി ജോലി ചെയ്തു വരുന്ന പ്രവാസികൾക്കേറെ സങ്കീർണതയിലേക്കുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി മുതൽ കുവൈറ്റ് പ്രവാസികളിൽ 60 കഴിഞ്ഞവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കണമെങ്കിൽ അവരുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യണമെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനായി പുതിയ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ്. ഡിഗ്രിയോ ഡിപ്ലോമയോ ഇല്ലാത്ത 60 കഴിഞ്ഞവർക്ക് വിസ പുതുക്കി നൽകില്ലെന്ന് കുവൈറ്റ് ഭരണകൂടം നേരത്തെ തന്നെ നിയമം പാസാക്കിയിരുന്നു. ഇതിന്റെ വെളിച്ചത്തിലാണ് പുതിയ നടപടി പ്രാബല്യത്തിൽ വന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമില്ലാത്ത 60 കഴിഞ്ഞവരുടെ വിസ പുതുക്കി നൽകേണ്ടതില്ലെന്നാണ് കുവൈറ്റ് അധികൃതരുടെ തീരുമാനം. അതിനാൽ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും വേഗം അതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. അതേസമയം ഇതിനായി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഓട്ടോമാറ്റിക് സർട്ടിഫിക്കേഷൻ അപ്രൂവൽ സിസ്റ്റം ആരംഭിച്ചതായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ അറിയിക്കുകയുണ്ടായി. ഇതിനു മുന്നോടിയായി സർട്ടിഫിക്കറ്റുകൾക്ക് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം നേടിയിരിക്കണം. ഓൺലൈൻ ഫോറത്തിൽ ആവശ്യമായ വിവരങ്ങളോടൊപ്പമാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ വിസ പുതുക്കുന്ന സമയത്ത് പരിഗണിക്കൂ എന്നും അധികൃതർ അറിയിച്ചു. ഇതോടൊപ്പം തന്നെ പുതിയ നിയമ ഭേദഗതിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡിഗ്രിയോ ഡിപ്ലോമയോ ഇല്ലാത്ത 60 കഴിഞ്ഞവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി വിസ പുതുക്കി നൽകാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. വിസ റിന്യൂവലിന് 2000 ദിനാർ ഫീസ് നൽകണമെന്നതാണ് മന്ത്രാലയം പുറപ്പെടുവിച്ച വ്യവസ്ഥകളിലൊന്ന്. കൂടാതെ മതിയായ ആരോഗ്യ ഇൻഷുറൻസും വേണ്ടി വരുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരോഗ്യ മന്ത്രാലയം നടത്തി വരികയാണെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുന്നതോടെ നിലവിലെ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വയസ്സ് കൂടുന്നതിനും ആരോഗ്യസ്ഥിതി പരിഗണിച്ചും ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും പദ്ധതി തയ്യാറാക്കുക. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.